Namaste. Previous class we did study about maths and new and old terminology, meaning difference between maths and change in meaning of words. Then today we study historians and their sources. Historians use different types of sources to learn about the past. Source means any kind of historical objects which gives us information about the past. What do you mean by source? Any kind of historical objects which gives us information about the past. ഇപ്പോൾ പഴയ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആ സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ ആൻഡ് textual records are the basic sources used by the historians to study the past. Which are the basic sources? Coins, inscriptions, architecture and textual records. അപ്പോൾ കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ് ആർ ദ ബേസിക് സോഴ്സസ് യൂസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് ടു സ്റ്റഡി ദ പാസ്റ്റ്. ഇപ്പോൾ കോയിൻസുകളും ആ കാലഘട്ടത്തിലെ നാണയങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ് എഴുത്തുകുത്തുകൾ, പിന്നെ ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ് കൊത്തുപണികൾ, അതിൻ്റെ ശിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ്, പിന്നെ പുസ്തകപരമായ ബുക്കുകളുടെ ശേഖരം എഴുതി വച്ചിട്ടുള്ളത് ടെക്സ്റ്റൽ റെക്കോർഡ്സ് ആർ ദ ബേസിക് സോഴ്സസ് യൂസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് ടു സ്റ്റഡി ദ പാസ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് സോഴ്സസ്? വിച്ച് ആർ ദ ബേസിക് സോഴ്സസ് സ്റ്റഡി ദ പാസ്റ്റ്? കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ് ആർ ദ ബേസിക് സോഴ്സസ് യൂസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് ടു സ്റ്റഡി ദ പാസ്റ്റ്. ദെൻ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് എന്നാൽ എന്താണ്? ദ ഒറിജിനൽ സ്ക്രിപ്റ്റ് റിട്ടൺ ബൈ ഓതർ ഹിസ് ഓർ ഹർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എന്താണ് മാനുസ്ക്രിപ്റ്റ്? ദ ഒറിജിനൽ സ്ക്രിപ്റ്റ് റിട്ടേൺ ബൈ ദ ആദർ. അപ്പോൾ അത് ഒരു എഴുതുന്ന ആളുടെ അയാളുടെ കൈപ്പടയിൽ എഴുതിയ പുസ്തകമാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദ ഒറിജിനൽ സ്ക്രിപ്റ്റ് റിട്ടേൺ ബൈ ദ ആദർ ഹിസ് ഓർ ഹർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അയാളുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതുന്നതാണ് ഹിസ് ഓൺ ഹർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എന്താ മാനുസ്ക്രിപ്റ്റ്? ദ ഒറിജിനൽ സ്ക്രിപ്റ്റ് റിട്ടേൺ ബൈ ദ ഓതർ ഹിസ് ഓർ ഹർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അയാൾ സ്വന്തമായിട്ട് എഴുതുന്നതാണ് എഴുതിയ ആ പുസ്തകത്തിനെയാണ് എന്താണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മാനുസ്ക്രിപ്റ്റ് കളക്റ്റഡ് ഫ്രം വെൽത്തി പീപ്പിൾ, റൂളേഴ്സ്, മൊണാസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ് വെയർ പ്ലേസ്ഡ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ്. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ്, ഇങ്ങനെ എഴുതിയ മാനുസ്ക്രിപ്റ്റിനെ കളക്റ്റഡ് ഫ്രം വെൽത്തി പീപ്പിൾ, ഇത് കളക്ട് ചെയ്യുന്നത് വെൽത്തി പീപ്പിൾ, പിന്നെ റൂളേഴ്സ്, ഭരണാധികാരികൾ, നല്ല സമ്പന്നർ, ഭരണാധികാരികൾ, പിന്നെ മൊണാസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ്. മൊണാസ്ട്രീസിൻ്റെ ബുദ്ധവികാരങ്ങളാണ് മൊണാസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസി മഠങ്ങൾ ആൻഡ് ടെമ്പിൾസ്, അമ്പലങ്ങൾ, ഇങ്ങനെ ഉള്ള എന്താണ് ഇവരെല്ലാം ഇത് കളക്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് വെയർ പ്ലേസ്ഡ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ്. അപ്പോൾ ഇവയെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. അത് ലൈബ്രറീസിലോ ആർക്കൈവ്സിലോ ഇതെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ദീസ് മാനുസ്ക്രിപ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഹെൽപ്പ് ദ ഹിസ്റ്റോറിയൻസ് വിത്ത് സെവറൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ് എന്താണ്? ഈ ഡോക്യുമെൻറ്റ്സുകൾ, ഈ റെക്കോർഡ്സുകളൊക്കെ എന്താണ്? ഹെൽപ്പ് ദ ഹിസ്റ്റോറിയൻസ് വിത്ത് സെവറൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. എന്താണ്? വളരെയധികം ഡീറ്റെയിൽഡായ ഇൻഫർമേഷൻ ചരിത്രകാരന്മാർക്ക് നൽകുന്നു. അപ്പോൾ മാനുസ്ക്രിപ്റ്റ് കളക്റ്റഡ് ഫ്രം വെൽത്തി പീപ്പിൾ, റൂളേഴ്സ്, മൊണാസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ പ്ലേസ്ഡ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ ലൈബ്രറീസ്, ആർക്കൈവ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ആർക്കൈവ്സ്. അപ്പോൾ എന്താ ആർക്കൈവ്സ്? ആർക്കൈവ്സ് എന്ന് വെച്ചാൽ എന്താ? എ കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ് ഓഫ് ഗവൺമെൻറ്. collection of historical documents or records of government, a family, a place or an organization.
അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ്, ഒരു കൂട്ടം ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് ഓഫ് ഗവൺമെൻറ്, ഒന്ന് ഗവൺമെൻറ്റിൻ്റെയോ എ ഫാമിലി, കുടുംബത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. ദ പ്ലേസ് വെയർ ദ റെക്കോർഡ്സ് ആർ സ്റ്റോർഡ്, അതെന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? അതാണ് ആർക്കൈവ്സ്. വൺസ് മോർ, എ കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ് ഓഫ് ഗവൺമെൻറ്, എ ഫാമിലി, എ പ്ലേസ് ഓർ ആൻ ഓർഗനൈസേഷൻ. The place where the records are stored. മനസ്സിലായോ? Do you understand? Okay, listen. All of you listen. Once more, in the archives, a collection of historical documents or records of government, a family, a place or an organization. The place where the records are stored. അപ്പോൾ ഈ റെക്കോർഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? ആർക്കൈവ്സ്. നമുക്ക് ഉദാഹരണത്തിന് പറയാം, ജന്മഭൂമി പത്രത്തിൻ്റെ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസാണ്. അപ്പോൾ ആ പ്ലേസ് സ്റ്റോർ ചെയ്യുന്നത് ജന്മഭൂമി പത്രം ആരംഭിച്ചത് മുതലുള്ള പത്രം അവിടെ കാണും. അപ്പോൾ ആർക്കൈവ്സ് എന്ന് മനസ്സിലായോ എന്താണെന്ന്? ശരിക്കും ആ ഒരു ആർക്കൈവ്സ് എന്ന് പറയുമ്പം ഫുൾ എന്താണ് ഡോക്യുമെൻറ്റ്സും അവിടെ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഫുൾ ഡോക്യുമെൻറ്റ്സും അവിടെ കാണും. ഇന്നാണ് ടുഡേ ഓൾ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ആർക്കൈവ്സ്. ഇന്ന് നമ്മുടെ ദേശീയ ഗവൺമെൻറ് ആയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നാലും നാഷണൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ആർക്കൈവ്സ്. ആർക്കൈവ്സ് ഉണ്ട്. എന്താണ്? വേർ ദേ കീപ് ഓൾ ദിയർ ഓൾഡ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. അവിടെയാണ് അവരുടെ എന്താണ് എല്ലാ ഒഫീഷ്യൽ റെക്കോർഡ്സും ട്രാൻസാക്ഷനും എല്ലാം കീപ്പ് ചെയ്യുന്നത് ആർക്കൈവ്സിനാണ്. അപ്പോൾ ഇന്ന് എല്ലാ സ്റ്റേറ്റിനും എന്താണ്, എല്ലാ രാജ്യത്തിനും അവരുടേതായ ആർക്കൈവ്സ് ഉണ്ട്. ഓൾ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ആർക്കൈവ്സ് വേർ ദേ കീപ് ഓൾ ദെയർ ഓൾഡ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. അതവിടെ അവിടെ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യപ്പെടുന്നു, ആർക്കൈവ്സിൽ കീപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? വൺസ് മോർ. ആദ്യം എന്താണ്, നമ്മുടെ ഹിസ്റ്റോറിയൻസ് ആൻഡ് ദർ സോഴ്സസ്, ചരിത്രകാരന്മാരും അവർക്ക് കിട്ടി അവരുടെ സോഴ്സുകളും നമ്മൾ പഠിച്ചു. കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ് ആർ ദ ബേസിക് സോഴ്സസ് യൂസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് ടു സ്റ്റഡി ദ പാസ്റ്റ്. മനസ്സിലായല്ലോ? അടുത്ത് ദെൻ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് മീൻസ് എന്താണ്? ഒറിജിനൽ സ്ക്രിപ്റ്റ് റിട്ടൺ ബൈ ദ ഓതർ ഹിസ് ഓർ ഹർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. ദെൻ എന്താണ്? മാനുസ്ക്രിപ്റ്റ് കളക്റ്റഡ്, ആരാ കളക്ട് ചെയ്യുന്ന? വെൽത്തി പീപ്പിൾ, റൂളേഴ്സ്, മൊണാസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ ഇങ്ങനെ ആണ് മാനുസ്ക്രിപ്റ്റ് കളക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതെന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യപ്പെടുന്നത് പ്ലേസ്ഡ് ഇൻ ലൈബ്രറീസ് ആൻഡ് ആർക്കൈവ്സ്. ആർക്കൈവ്സിലോ ലൈബ്രറീസിലോ അത് പ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിച്ച എന്താ ആർക്കൈവ്സ് എന്ന്. എ കളക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ് ഓഫ് ഗവൺമെൻറ്, ഫാമിലി, പ്ലേസ് ഓർ ആൻ ഓർഗനൈസേഷൻ. ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഫാമിലിയുടെയോ സ്ഥലത്തിൻ്റെയോ ഓർഗനൈസേഷൻ സംഘടനയുടെ എല്ലാം ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? അത് റെക്കോർഡ്സ് വെയർ ദ റെക്കോർഡ്സ് ആർ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ പ്ലേസിനെ പറയുന്നത് എന്താ? ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? മാനുസ്ക്രിപ്റ്റ് ഒരു സോഴ്സ് ആണെങ്കിലും അതിലൊത്തിരി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ്. അത് ഉപയോഗിക്കുന്നതിൽ വളരെയധികം ഡിഫിക്കൽട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ there was no printing press during the period between 700 CE and 1750 CE. നമ്മൾ ചരിത്രം ഇപ്പം ഈ വർഷം നമ്മൾ പഠിക്കുന്നതിന് 700-നും 1750-നും ഇടയ്ക്കുള്ള എന്താണ് ചരിത്രപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 700-നും 1750-നും ഇടയ്ക്കുള്ള ചരിത്രപരമായ മാറ്റങ്ങൾ, 1000 വർഷത്തെ എന്താണ് ചേഞ്ചസ്, മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് ദെർ വാസ് നോ പ്രിൻറ്റിംഗ് പ്രസ്. ഒരു പ്രിൻറ്റിംഗ് പ്രസ്സും അവിടെ ഇല്ലായിരുന്നു. there was no printing press during the period between 700 and 1750. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും? ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് ഇല്ല. അപ്പോൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്ക് എത്ര സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുകയാണ്. അപ്പോൾ എന്താണ് എത്ര കോപ്പി ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെന്ത് ചെയ്യും? അത് മറ്റൊരാളിലേക്ക് അതിനെ ഏൽപ്പിക്കും. അങ്ങനെയുള്ളവരെയാണ് പറയുന്നത് സ്ക്രൈബ്സ്.
അപ്പോൾ എന്ത് സ്ക്രൈബ്സ് യൂസ്ഡ് ടു കോപ്പി ഡൗൺ ദ മാനുസ്ക്രിപ്റ്റ്സ് വിച്ച് വെയർ ഹാൻഡ് റിട്ടേൺ. സ്ക്രൈബ്സ് എന്ന് വെച്ചാൽ ഇത് മാനുസ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആളാണ് സ്ക്രൈബ്സ്. ഇത് അവരുടെ ഒരു ജോലിയാണ്. ഈ സ്ക്രൈബ്സ് എന്നൊരു വിഭാഗം തന്നെ പിന്നെ ഉണ്ടായി. അപ്പോൾ അതവരുടെ ഒരു പ്രൊഫഷനാണ്, ജോലിയാണ് മാനുസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന ആളാണ് ആര്? സ്ക്രൈബ്സ്. മറന്നു പോകരുത്. എന്താണ്? റിമെമ്പർ, സ്ക്രൈബ്സ് വേർ ദോസ് പ്രൊഫഷണൽസ് ഹു യൂസ്ഡ് ടു കോപ്പി ഡൗൺ ദ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റിനെ കോപ്പി ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രൈബ്സ്, ദോസ് പ്രൊഫഷണൽസ് ഹു യൂസ്ഡ് ടു കോപ്പി ഡൗൺ ദ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്ന ആളാണ് സ്ക്രൈബ്സ്. As there was no printing press during the period between 700 CE and 1700 CE. 700-നും 1850-നും ഇടയ്ക്കുള്ള ചരിത്രം പഠിക്കുന്ന നമുക്ക് ആ സമയത്ത് എന്താണ്? നോ പ്രിൻറ്റിംഗ് പ്രസ്, ഒരു പ്രിൻറ്റിംഗ് പ്രസ്സും ഇല്ലായിരുന്നു. സ്ക്രൈബ്സ് യൂസ്ഡ് ടു, അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ ആരാണ് സ്ക്രൈബ്സ്? യൂസ്ഡ് ടു കോപ്പി ഡൗൺ ദ മാനുസ്ക്രിപ്റ്റ് വിച്ച് വെയർ ഹാൻഡ് റിട്ടേൺ. അപ്പോൾ ഇത് കോപ്പി പലരിലും എത്തിക്കുന്നതിന് വേണ്ടി, കോപ്പി ചെയ്യാൻ വേണ്ടി സ്ക്രൈബ്സിനെ ഏൽപ്പിക്കുന്നു. സംടൈംസ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു റിക്കഗ്നൈസ് ദ ഒറിജിനൽ സ്ക്രിപ്റ്റ്. അങ്ങനെ സ്ക്രൈബ്സുകൾ എന്ത് ചെയ്യും? അവരങ്ങോട്ട് കോപ്പി ചെയ്യും. അപ്പോൾ നമുക്കിത് ചില സമയങ്ങളിലൊക്കെ എന്താണ്? ഡിഫിക്കൽട്ട് ടു റിക്കഗ്നൈസ്, ഇത് തിരിച്ചറിയുന്നതിന് വളരെയധികം പ്രയാസമായി വരുന്നു. ഒറിജിനൽ സ്ക്രിപ്റ്റും ഈ സ്ക്രൈബ്സ് എഴുതിയ കോപ്പിയും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകുന്നു. So the scribes used their own way of interpreting the facts. അത് ചിലപ്പോൾ ഒരു മാനുസ്ക്രിപ്റ്റ് തന്നെ പല സ്ക്രൈബ്സ് എഴുതും. ഇങ്ങനെ വരും. പിന്നെ അവരുടെ രീതിയിൽ their own way of interpreting, അവർ എഴുതി അവരുടെ രീതിയിലേക്ക് അത് മാറ്റിയൊക്കെ എഴുതും. അതാണ് തൽഫലം. കോൺസിക്വൻ്റ്ലി the differences are found in the copies written by different scribes. അപ്പോൾ എന്ത് ചെയ്യും? തൽഫലമായി their differences were found in the copies. കോപ്പികളിൽ വളരെയധികം വ്യത്യാസം വരും. ഡിഫറെൻറ്റ് സ്ക്രൈബ്സ് ഡിഫറെൻ്റായ രീതിയിലാണ് എഴുതുന്നത്. ഓൾ ദ കോപ്പീസ് വെയർ ഹാൻഡ് റിട്ടേൺ. അതും എല്ലാ കോപ്പികളും കൈയെഴുത്ത് പ്രതികളാണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു റിക്കഗ്നൈസ് വിച്ച് വാസ് ദ ഒറിജിനൽ വൺ. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. ഇതിൻ്റെ ഒറിജിനൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു? വളരെ പ്രയാസമായി മാറുന്നു. ഇത് ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ ഒരു ഡ്രാബാക്കാണ്. ഇറ്റ് വാസ് ദ ഡ്രാബാക്ക് ഓഫ് സച്ച് കോപ്പിയിങ്. ഇത് ഒരു മാനുസ്ക്രിപ്റ്റ് ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു അപാകതയാണിത്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് സോഴ്സ്, ഹിസ്റ്റോറിയൻസിൻ്റെ ബേസിക് സോഴ്സ് ഏതൊക്കെയാണ്? which are the basic sources used by the historians to study the past? ടീച്ചർ പറഞ്ഞു കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ ആൻഡ് ടെക്സ്റ്റൽ റെക്കോർഡ്സ്. ദെൻ അടുത്ത് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ചിലപ്പം പറയാം. ഒന്ന്, which are the difficulties historians face in using manuscript? Which are the difficulties historians face in using manuscript? മാനുസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചരിത്രകാരന്മാർക്കുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? അതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. വാട്ട് വാസ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് മാനുസ്ക്രിപ്റ്റ്? വാട്ട് വെയർ ഇറ്റ്സ് ഡ്രോബാക്ക്? വാട്ട് വാസ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് മാനുസ്ക്രിപ്റ്റ്? ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ കോപ്പിയിങ്ങിലുണ്ടാകുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? വാട്ട് വെയർ ഇറ്റ്സ് ഡ്രോബാക്ക്? എന്താണ് അതിൻ്റെ ഡ്രോബാക്ക്? അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്താൻ ടീച്ചർ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, എല്ലാവരും ടീച്ചറിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം. ടീച്ചർ പറഞ്ഞാൽ ആവർത്തിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക. ടീച്ചറുടെ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ട് ആരും ഒന്ന് ടീച്ചറെ വിളിച്ചിട്ടൊന്നുമില്ല. സച്ചിൻ വിളിച്ചിരുന്നു. എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കണം. ടീച്ചർ നോട്ട്സ് ഉടനെ തരുന്നതാണ്. നമസ്തേ.